നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ തുറമുഖത്തെ തിരക്ക് കാരണം കുറച്ച് വെയിറ്റിംഗ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നങ്കൂരത്തിൽ കിടക്കുവാണ്. അപ്പം അങ്ങനെ നങ്കൂരത്തിൽ കിടന്നപ്പോൾ വൈകുന്നേര സമയമായപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് ചെറിയ രീതിയിലുള്ള മീൻപിടുത്തമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെക്രൂവിൽ കൂടുതൽ ആൾക്കാർ ലക്ഷദ്വീപുകാരായതുകൊണ്ട് മീൻപിടുത്തത്തിൽ അവർ അഗ്രഗണ്യരാണ്. അങ്ങനെ പലതരത്തിലുള്ള ഇരയൊക്കെ ഇട്ട് പല ഭാഗത്തായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ ഉയരം കുറഞ്ഞ ഭാഗം ഏറ്റവും പുറകിലെ പൂപ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെയാണ് എല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള മീനുകളെ കണ്ടപ്പോൾ നമ്മുടെ ചാക്കോയ്ക്കും ആനിക്കുട്ടിക്കും ആവേശമായി. അങ്ങനെ മീനുകൾ പിടിച്ച് അവർ കൂട്ടിക്കൊണ്ടേയിരുന്നു. സാധാരണയായിട്ട് നമ്മുടെ കപ്പലിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന മീനുകളൊക്കെ നമ്മൾ തുറമുഖത്ത് എത്തുമ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ മീൻ പിടിക്കാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ കിട്ടാറില്ല. ചില സ്ഥലങ്ങളിൽ മീൻപിടുത്തം അനുവദനീയവുമല്ല. കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് ബോട്ട്, അതിലുമുണ്ട് ഇതുപോലത്തെ മീൻ പിടിക്കാനുള്ള ഫിഷിംഗ് ലൈനും ഹുക്കുകളൊക്കെ. അങ്ങനെ മീൻ പിടിച്ച് കഴിക്കാൻ വേണ്ടിയല്ല അവിടെ ഫിഷിംഗ് ലൈനും ഹുക്കും ലൈഫ് ബോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കടലിലിങ്ങനെ ലൈഫ് ബോട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് മീൻ പിടിക്കാനുള്ള ഉപാധികൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം, കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ലൈഫ് ബോട്ടിലൊക്കെ കയറി പോകുന്ന സമയത്ത് വിശന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പം ഓരോ ലൈഫ് ബോട്ടിലും അത് വഹിക്കാൻ എത്ര പേരുടെ കപ്പാസിറ്റി ഉണ്ടോ അത്രയും പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും അതിൽ കരുതണമെന്നാണ് നിയമം. അതിൽ ബിസ്ക്കറ്റ് പോലത്തെ പാക്കറ്റ്സ് കാണും. അതിനും ഓരോ സ്പെസിഫിക്കേഷനുണ്ട്. 10,000 കിലോ ജൂൾ അല്ലെങ്കിൽ ഏകദേശം ഒരു 2400 കിലോ കാലറി ഉള്ള അത്രയും ഫുഡാണ് ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരാൾക്ക് 3 ലിറ്റർ വെള്ളവും ലൈഫ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ കിട്ടുന്ന ഫ്രഷ് മീനുകളെ പൊരിച്ച് തിന്നുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മീൻ പിടിക്കുന്നത്. ഇപ്പം നമുക്ക് പിടിക്കുന്ന മീനുകളിൽ ഭക്ഷ്യയോഗ്യമാണ് എന്ന് ഉറപ്പുള്ള മീനുകളെ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിക്കാറുള്ളൂ. ഉപ്പുവെള്ളത്തിൽ നിന്ന് പിടിച്ച മീനുകൾ നമ്മൾ ഒരു ബക്കറ്റ് ശുദ്ധജലത്തിൽ ഇട്ടപ്പോഴത്തേക്കും ഇട്ടപാടെ അത് തലകീഴായി കിടക്കാൻ തുടങ്ങി. മൂന്നാമത് പിടിച്ച് ഇട്ട മീന് കുറച്ച് നേരത്തേക്ക് മര്യാദയ്ക്ക് കിടന്നെങ്കിലും അതും തലകീഴായി കിടന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പല വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള മീനുകളൊക്കെ പിടിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ഇത് പൊരിച്ച് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.